ഡാവിഞ്ചി റിസോൾവിൽ ടെക്സ്റ്റ് ബേസ് ചെയ്ത് എങ്ങനെ ക്ലിപ്പ് എഡിറ്റ് ചെയ്യാൻ നോക്കാം. ഇത്തരം സ്പീച്ച് വരുന്ന വീഡിയോകൾ ഒരുപാട് ലെങ്ത് ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മൊത്തം പ്ലേ ചെയ്ത് കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് സെലക്റ്റീവ് ആയിട്ടുള്ള ഐറ്റംസ് കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അതിന് പകരം വളരെ ഈസി ആയിട്ട് നമുക്ക് ടെക്സ്റ്റ് വായിച്ച് നോക്കിയിട്ട് എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതൊരു ചെറിയ ക്ലിപ്പാണ്. നമ്മൾ ഫൈൻഡ് ഇൻ മീഡിയ പൂൾ കൊടുക്കുക, അല്ലെങ്കിൽ മീഡിയ പൂളിൽ എവിടെ കിടക്കുന്നത് നോക്കിയിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓഡിയോ ട്രാൻസ്ക്രിപ്ഷൻ എടുത്തിട്ട് ട്രാൻസ്ക്രൈബ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ട്രാൻസ്ക്രൈബ് ആയി വന്നു കഴിഞ്ഞു, സംഭവം ടെക്സ്റ്റ് വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ട ഏരിയ ഏതാണെന്ന് നോക്കിയിട്ട് സെലക്ട് ചെയ്തെടുക്കുക. ഇവിടെ 2 വിൻഡോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഇവിടെ ഇൻസ്പെക്ടർ ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻസ്പെക്ടർ ഓഫ് ആക്കി കഴിഞ്ഞാൽ 2 വിൻഡോയും കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് ഇവിടെ തൊട്ടാണ് വേണ്ടത് വി. അപ്പോൾ ഞാൻ വി തൊട്ട് സെലക്ട് ചെയ്തു. ഓക്കെ, ഇന്ന് മാർക്ക് ചെയ്തു. ഇന്ന് മാർക്ക് ചെയ്തിട്ട് എനിക്ക് വി വെന്റ് ടു ദ ട്രിപ്പ് ഐ ഗസ് ഇറ്റ് ആൻ അക്വേറിയം. എ ഫ്രണ്ട് ഓഫ് ബോത്ത് ഓഫ് us ഇൻവൈറ്റഡ് us to go to the aquarium with her. ഇവിടം വരെയാണ് എനിക്ക് വേണ്ടത്. ഔട്ട് മാർക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ ഒന്നുകിൽ ഇൻസെർട്ട് അടിക്കുക, അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്ത് നിങ്ങൾ ടൈം ലൈനിലേക്ക് വെക്കുക. ഓക്കെ, ഇവിടെ നീക്കി വെക്കാം. എന്നിട്ട് എനിക്ക് അടുത്ത് വേണ്ടത് സോ ഐ റിമെമ്പർ. ഇവിടെ തൊട്ടാണ് വേണ്ടത്. ഞാൻ അവിടെ തൊട്ടെടുത്തു. എനിക്ക് വേണ്ടത് സോ ഐ റിമെമ്പർ സീയിങ് ഹിം ആൻഡ് തിങ്കിങ് ഓ ഹീസ് ക്യൂട്ട് ബട്ട് യു നോ ദാറ്റ്സ് നെവർ ഗോണ ഹാപ്പൻ. ഇവിടം വരെയാണ് വേണ്ടത്. ഔട്ട് മാർക്ക് ചെയ്തു. ഇന്നൗട്ട് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ കീബോർഡിൽ ഇൻ മാർക്ക് ചെയ്യാൻ വേണ്ടി ഐ അടിക്കുക, ഔട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി ഔട്ട് ഒ അടിക്കുക. ഓക്കെ, ദെൻ ഡ്രാഗ് ഓർ ഇൻസെർട്ട് ചെയ്യുക. സ്മാർട്ട് ഇൻസെർട്ട് കൊടുക്കാം. കീബോർഡ് ലെഫ്റ്റ് നൈൻ അടിച്ച് കഴിഞ്ഞാൽ ഇൻസെർട്ട് ആവുന്നതായിരിക്കും. നമുക്ക് താഴേക്ക് പിടിച്ച് വെക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ഈ കർസർ പോകുന്ന നമ്മൾ ഒരു ടെക്സ്റ്റിൻ്റെ എവിടെയും ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഈ സോഴ്സ് വിൻഡോയിൽ നമ്മൾ ആ ഒരു പോർഷനിലേക്ക് കർസർ മൂവ് ചെയ്യുന്നതായിരിക്കും. ഇത് വളരെ ഈസിയാണ്. ഇങ്ങനെ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, താങ്ക് യു ഗൈസ്.